ഒരു ഫയൽ പേപ്പർ എടുത്തിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ വരുന്നത് കണ്ടപാടെ നമ്മൾ വായിച്ചു നോക്കി, കണ്ണടക്ക് ഇട്ടിട്ടുണ്ട്. ഈ വരുന്ന സ്ത്രീ ഇവരുടെ ഭർത്താവ് ടെറസിന്റെ മേലേന്ന് വീണ് പരിക്ക് പറ്റിയതാണ്. ചികിത്സാ ചെലവിൽ 10 ലക്ഷം ചെലവായി. ഈയിടെ ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു. മക്കൾ 3 പേരും മാനസിക രോഗികളാണ്. നിങ്ങൾ കാര്യമായി ഉദാരമായി സംഭാവന ചെയ്യുക. അബൂബക്കർ ഹാജി പ്രസിഡന്റ്, അബ്ദുള്ള ഹാജി ജനറൽ സെക്രട്ടറി. ഇത് വായിച്ചിട്ട് നമ്മളൊരു ഡയലോഗ്, തട്ടിപ്പണോ തട്ടിപ്പണോ, കുറെ തട്ടിപ്പന്മാരെ ഇറങ്ങിയ കാല, വിശ്വാസമൊന്നും ഇല്ലാട്ടാ മോനെ, ഒരു 100 രൂപ എടുത്ത്. ഇത് കൊടുക്കുമ്പോൾ ആ പെണ്ണുങ്ങളുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വീണ്ട് ഈ ചോദ്യം വേദനിച്ചുകൊണ്ട് ഈ 100-ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വതക്കേന്റെ കൂലി കിട്ടുമെന്ന്? നിങ്ങൾക്കറിയാലോ, ഈ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പാത്രം ഇങ്ങനെ കഴുകണ്ട. അപ്പൊ ആരോ വന്നപ്പോ കൊടന്ന് വലൈക്കും അസ്സലാം, എന്തായാലും എനിക്ക് തോന്നുന്നു ശരിക്കും വായിക്കാനറിയാം, സഹായത്തിന് വന്നായിരിക്കും അല്ലേ. ഒറ്റ മിനിറ്റ്. എന്നിട്ട് ഒരു വീട്ടിൽ ഉള്ളിൽ കയറി ഒരു ഭണ്ഡാരിങ്ങനെ പൊളിച്ചിട്ട് 2 ചുളിഞ്ഞ 10 രൂപ നിവർത്തിയിട്ട്, എന്റെ ബർക്കത്തുണ്ട്, എന്റെ മക്കളെ നന്നാണ്. ഇത് മോനെ അത്യാവശ്യം അമലുണ്ടാവണം കേട്ടോ കയ്യില്. ഖിയാമത്ത് പോകുമ്പോ കുറെ കടമ്പകളൊക്കെ കിടക്കാനുണ്ട്. ഉടായ്പ ഉണ്ടോന്ന് അവിടുന്ന് കഴിച്ചിലാവില്ല. ചെറിയ നന്മ അടക്കം അവിടെ തൂങ്ങും, കനം തൂങ്ങും. അതുകൊണ്ട് അക്സിരിൽ അമല, മോനെ അമല് വർദ്ധിപ്പിക്കണേ, അമല് വർദ്ധിപ്പിക്കണേ. ഫഇന്നൽ ബഹ്റ അമീഖ്, ആഴമുള്ള കടലാണെന്ന് പറഞ്ഞാൽ കുറെ സഞ്ചരിക്കാനുള്ളതാണ്. അത്യാവശ്യം അമലുകൾ കയ്യിൽ ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ അമലുകൾ ഉണ്ടാവണം. യുക്തിവാദികൾ ഒരു ഭാഗത്ത് വീഡിയോ ഇട്ടിട്ട് പലതും നിന്നെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കും. കോളേജിന്റെ മുറ്റത്ത് പലതും നീ കേട്ടുകൊണ്ടിരിക്കും. ഇസ്ലാമിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ ഷിയാറിനെയും ഇസ്ലാമിന്റെ ആലിമീങ്ങളെയും ട്രോളിക്കൊണ്ടിരിക്കും. മോനെ നീ പെട്ടുപോകല്ലേ, ഓട്ടയാവും. ഓട്ടയുള്ള കപ്പലുമായിട്ട് പോന്നാൽ ഫൈനൽ ബഹ്റ അമീഖ്, നീ മുങ്ങിപ്പോകും. ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും പ്രയാസം. ലൈഫ് സുന്ദരായി. നമ്മൾ ഒരു റൂമിലുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർ കണ്ടാൽ അറിയുന്നല്ലാതെ നമ്മുടെ ശബ്ദമൊന്നും എവിടെയും ഉറത്തരുത്. അത് മൗലിത്തിന്റെ മജ്ലിസിലായാലും ഷമായിലിന്റെ ദർസിലായാലും ഹദീസിന്റെ ക്ലാസ്സിലായാലും മദീന റൗള ഷരീഫിന്റെ അടുത്താണെങ്കിലും ലാ തർഫഉ അസ്വാതക്കും എന്ന നിയമമായി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഉമ്മാന്റെ വാതിൽ മുട്ടിയ സമയത്ത് ഉമ്മ ജസ്റ്റ് ളുഹർ നമസ്കാരത്തിന് കൈകെട്ടിട്ടുണ്ടാവുക. അപ്പൊ കാത്തിരിക്കുക 5 മിനിറ്റ്, എന്നിട്ട് 2ാമത്തോട്ട്. 3ാമത്തെ മുട്ടിയിട്ടും അയാൾ തുറന്നില്ല, പ്രത്യുത്തരം നൽകിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോകും. എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മൾ വിചാരിച്ച സമയത്ത് അയാൾ നോക്കിയില്ലെങ്കിൽ വാട്സപ്പ് മിസ് കോൾ അടിച്ചോണ്ടിരിക്കരുത് എന്നാണ് പറയുന്നതിന്റെ ഉദ്ദേശം.